ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നതിൻ്റെ പല പല സ്റ്റേജസ് ആണ്. ഫസ്റ്റ് പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത് സൈഗോട്ട് ആണ്. സൈഗോട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? മെയിലിലെ സ്പെർമും ഫീമെയിലിലെ ഒവവുമായി കൺസിസ്റ്റ് ചെയ്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ട് വളർന്ന് എന്തായിട്ട് മാറുന്നു? എംബ്രയോ ആയിട്ട് മാറുന്നു. അങ്ങനെ ഈ എംബ്രയോ പിന്നെ ഒരു 10 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഫീറ്റസ് ആയിട്ട് മാറുന്നു. ഇനി ഫീറ്റസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇൻഫാൻസി അല്ലെങ്കിൽ ബേബിഹുഡ്, ചൈൽഡ്ഹുഡ്, പിന്നെ അഡോളസെന്റ്, അത് കഴിഞ്ഞിട്ട് എന്തുമായിരിക്കും? അഡൽട്ട്ഹുഡ്, ലാസ്റ്റ് സ്റ്റേജ് എന്തുമായിരിക്കും? ഓൾഡ് ഏജ്. പിന്നെ നമുക്ക് അഡോളസെന്റ് ഏജിനെ കുറിച്ച് നോക്കാം. 10 തൊട്ട് 19 വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് പീരീഡിനെയാണ് നമ്മൾ അഡോളസെന്റ് ഏജ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് ബോഡി കംപ്ലീറ്റ്ലി മെച്യൂർ ആകുന്നത്. അടുത്തായിട്ട് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾഡ് ഏജ് നോക്കാം. ഒരു വയസ്സായ ഒരു മനുഷ്യനിൽ കാണുന്ന ശാരീരികമായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ ഡിക്രീസസ്. സാധാരണ ഒരു വയസ്സായ ഒരു മനുഷ്യനിൽ അവരുടെ ബോഡിയിൽ സെൽ ഡിവിഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ടു സെൽസ് ഡിക്രീസസ്. സെല്ലിലേക്ക് ഓക്സിജൻ എത്തുന്നതിൻ്റെ ആ ഒരു അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിറ്റോറിയേഷൻ ഓഫ് സെൽ ഇൻക്രീസസ്. ഡിറ്റോറിയേഷൻ എന്ന് പറയുമ്പം ഇവരുടെ ശരീരത്തിൽ സെൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡാമേജ് ചെയ്തു പോകുന്നു. ഇനി നാലാമത്തെ പോയിന്റ് മസിൽസ് ചുരുങ്ങുന്നു. എന്ന് വെച്ചാൽ വയസ്സായ മനുഷ്യരുടെ സ്കിൻസ് ഒക്കെ ഈ ചുരുങ്ങിയൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണല്ലേ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഡിക്രീസസ്. അവരുടെ ശരീരത്തിൽ എനർജി ഒക്കെ എന്ത് ചെയ്യുന്നു? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് സെൻസ് ഓർഗൻസ് ഡിക്രീസസ്. സെൻസ് ഓർഗൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഇയർ, ഐസ്, ടങ്ക്, നോസ്, ഇതൊക്കെയാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇവിടെ ഈ അച്ഛൻ മകനോട് പറയുവാണ്, ഇതൊരു കന്നിമര തേക്കാണ്, 465 വയസ്സുണ്ട്, എന്നിട്ട് ഇത് നല്ല രീതിയിൽ വളരുന്നു. അപ്പം മകൻ എന്തുവാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യനും ഇങ്ങനെ വളരാത്തതെന്ന്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഒരു കുട്ടി പറഞ്ഞ ഡൗട്ട് ജെനുവിൻ ആണോ? ആണല്ലേ, ജെനുവിൻ അല്ലേ? അപ്പം യെസ്. ഈസ് ദ ഗ്രോത്ത് ഓഫ് എ ട്രീ ആൻഡ് ദാറ്റ് ഓഫ് എ ഹ്യൂമൻ ബീങ് സെയിം? മനുഷ്യനിലും മരങ്ങളിലും ഗ്രോത്ത് നടക്കുന്നത് ഒരേപോലെയാണോ എന്ന്. ഒരുപോലെയാണോ? അല്ലല്ലോ. മനുഷ്യരിലും മരങ്ങളിലും ഗ്രോത്ത് നടക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലാണ് അല്ലേ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിനെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഗ്രോത്ത് നടക്കുന്നത് ഒരു സഡൻ ആയിട്ടുള്ള ഏജിൽ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു? മരിച്ചു പോകുന്നു. പക്ഷേ പ്ലാന്റ്സിനെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഗ്രോത്ത് നടക്കുന്നത് അവരുടെ ത്രൂ ഔട്ട് ലൈഫിലായിരിക്കും. ആനിമൽസിലാണെങ്കിൽ എല്ലാ ഓർഗൻസിലും ഗ്രോത്ത് നടക്കുന്നു. പക്ഷെ പ്ലാന്റ്സിനെ സംബന്ധിച്ച് റൂട്ട്, ലീഫ്, ഇവിടെ ഈ ഓർഗൻസിൽ മാത്രമേ പ്ലാന്റ്സിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഗ്രോത്ത് നടക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ ഇങ്ങനെ ഗ്രോത്ത് നടക്കുന്നത്? മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്നത്. മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വെച്ചാൽ അൺഡിഫറൻറ്റിയേറ്റഡ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്ലി ഡിഫറൻറ്റിയേറ്റഡ് സെല്ലാണ് മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെരിസ്റ്റംസ് നോക്കാം. 3 ടൈപ്പ് മെരിസ്റ്റം ഉണ്ട്. ഒന്നാമത്തെ മെരിസ്റ്റം ആണ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെമ്മിന്റെ റൂട്ട് ക്യാപ്പിലാണ് കാണപ്പെടുന്നത്. റൂട്ട് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെമ്മിൽ കൂർത്തിരിക്കുന്ന ഭാഗമുണ്ട്, അതിനെയാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു എപ്പിക്കൽ മെരിസ്റ്റം റൂട്ടിനും അതേപോലെ തന്നെ സ്റ്റെമ്മിനും ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് മെരിസ്റ്റം ആണ് ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇത് സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കൂടുതലും കാണപ്പെടുന്നത്. മൂന്നാമത്തെ മെരിസ്റ്റം ആണ് ഇന്റർകാരറി മെരിസ്റ്റം. ഇത് സ്റ്റെമ്മിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് മോണോകോട്ട് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. നോഡ് എന്ന് വെച്ചാൽ എന്തുവാ? നോഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റെമ്മിൽ ലീഫ് വളർന്നു വരുന്ന ഒരു സ്ഥലത്തെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇന്റർനോഡ് എന്ന് വെച്ചാൽ 2 നോഡിന്റെ ഇടയിലുള്ള ഒരു ലെങ്തിനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഈസ് ദി ഗ്രോത്ത് ഓഫ് യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം സിമിലർ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ അവരുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് നടക്കുന്നത് ഒരുപോലെ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ എന്തുവാണ്? ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസം ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസംസ്. ഇവരുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് ഒരേപോലെയാണോ നടക്കുന്നത്? അല്ലല്ലേ.
ഇവരുടെ രണ്ടുപേരുടെയും ഗ്രോത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. അടുത്തതായിട്ട് ഡിവിഷൻ ഇൻ അമീബ നോക്കാം. അമീബയിൽ എങ്ങനെയാണ് ഡോക്ടർ സെൽസ് ഫോം ചെയ്യുന്നത്? ആദ്യം മദർ സെല്ല് മെച്യൂർ ആയി കഴിയുമ്പം അവിടെ ന്യൂക്ലിയർ ഡിവിഷൻ വഴി ന്യൂക്ലിയസ് രണ്ടായിട്ട് മാറുന്നു. അതിനുശേഷം ബൈനറി ഫിഷന്റെ സ്റ്റേജിൽ സെൽ ഡിവിഷൻ നടന്ന് രണ്ട് ഡോക്ടർ സെൽസ് അവിടെ ഫോം ചെയ്യുന്നു. ലാസ്റ്റ് ടോപ്പിക് ആയ മയോസിസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. താങ്ക് യു.